ഹലോ, അപ്പോൾ ഞാൻ ഇന്ന് നല്ല അടിപൊളി ഒരു സ്രാവ് കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ആവശ്യമായ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില എടുത്തു. ഒരു ചട്ടി വെച്ച് കൊടുത്തു. എണ്ണ ചൂടായി. അതിന് കുറച്ച് ഉലുവയിട്ടായിരുന്നേ. പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. നന്നായി ഇളക്കി 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 കഴിഞ്ഞപ്പോൾ കുറച്ച് ഇഞ്ചി ചതച്ചതും പച്ചമുളക് ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ എണ്ണയിലിട്ട് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുത്ത് അതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. അതും ഇട്ട് ഇളക്കി നല്ലപോലെ വഴറ്റി എടുക്കണേ. അങ്ങനെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടു. അതിന് കുറച്ച് മല്ലിപ്പൊടി, പിന്നെ എല്ലാം ഒരു കൈക്കണക്കാണ് കേട്ടോ. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള നമ്മുടെ ഒരു കൈ അളവിലാണ് ഞാനെല്ലാം ഇടുന്നത്. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. അതിട്ട് ഇളക്കിയതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുത്തു. അതും ഒരു അളവിൽ അങ്ങോട്ട് ഇട്ടു. നമ്മുടെ ഒരു കൈ അളവിൽ അങ്ങോട്ടിട്ടു. മുളക് പൊടി ഇട്ട് കൊടുത്തു. അങ്ങനെ ചൂടെണ്ണയിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ മൂത്ത് വന്ന് അതിലേക്ക് പുളി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ. പുളിയും കുതിർത്ത വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു. പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ആവശ്യാനുസരണം ഉപ്പിട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ സ്രാവ് കൂട്ടന്മാരെയെല്ലാം പെറുക്കി ഇട്ട് കൊടുത്തു. നല്ല തിളച്ച മുളക് വെള്ളത്തിലേക്ക് സ്രാവ് കൂട്ടന്മാരെയെല്ലാം പെറുക്കിയിട്ടു. നമ്മുടെ സ്രാവെല്ലാം വെന്ത് പറ്റി കുറുകി വരണേ. അങ്ങനെ തിള വന്ന് തുടങ്ങുന്നുണ്ട്. അങ്ങനെ വെന്ത് നല്ല സെറ്റായിട്ട് വരണം, കുറുകി നല്ല സെറ്റായിട്ട് വരണേ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ പൊക്കത്തിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ആവി പറക്കുന്ന മീൻകറി നല്ല കുറുകി വരണം. അപ്പം നമുക്കൊന്ന് കുറുകി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഒന്ന് ഇളക്കി കൊടുക്കണേ. സ്പൂൺ വെച്ചൊന്നും ഇളക്കരുത്. ഒന്ന് ചട്ടിയുടെ ഇതുകൊണ്ട് നമ്മളൊന്ന് കറക്കി ഇങ്ങനെ കൊടുക്കണം. അങ്ങനെ ഇതാ നമ്മുടെ ഫൈനൽ സ്രാവ് കറി റെഡി. നല്ല പറ്റി കുറുകി കറി റെഡി. എല്ലാവരും ഒന്ന് ട്രൈ